ദ്രോണ കോച്ചിങ് 2026 സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ആണ്. 3 പ്രശസ്ത പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രകാരന്മാരെ കുറിച്ചും പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അടുത്ത 3 പാശ്ചാത്യ സാമ്പത്തിക ശാസ്ത്രകാരന്മാരെ കുറിച്ച് ആണ്. അതിൽ ആദ്യം പഠിക്കുന്നത് പോൾ എ സാമുൽസൺ കുറിച്ചാണ്. പോൾ എ സാമുൽസൺ അദ്ദേഹം ഒരു അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആണ്. ഒരു അമേരിക്കൻ സാമ്പത്തിക ആയിരുന്നു പോൾ എ സാമുൽസൺ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിൻ്റെയും ശരിയായ വിനിയോഗത്തിൻ്റെയും ഫലമാണെന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സാമുൽസൺ. എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത മികച്ച ആസൂത്രണത്തിൻ്റെയും ശരിയായ വിനിയോഗത്തിൻ്റെയും ഫലമാണ് എന്ന് പഠനത്തിലൂടെ തെളിയിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് സാമുൽസൺ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. അപ്പോൾ സാമുൽസൺ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് 20-ാം നൂറ്റാണ്ടിൽ ആണ്. അടുത്തത് ജെ.എം. കെയ്ൻസിനെ കുറിച്ചാണ് പറയാനുള്ളത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അപ്പോൾ ജെ.എം. കെയ്ൻസ് ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകമായിരുന്നു ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര ശാഖയായി വളർന്നത്. അതുകൊണ്ട് തന്നെ മാക്രോ എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ജെ.എം. കെയ്ൻസ് അറിയപ്പെടുന്നത്. അപ്പോൾ ജെ.എം. കെയ്ൻസ് അറിയപ്പെടുന്നത് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രശാഖ ഒരു പ്രത്യേക ശാഖയായി മാറിയത് അദ്ദേഹം രചിച്ച ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോട് കൂടിയാണ്. യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം പ്രഖ്യാപിച്ച ഒരു പുസ്തകമുണ്ട്, ദ എക്കണോമിക് കോൺസിക്വൻസ് ഓഫ് ദി പീസ്. 1919 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകമാണ് ജെ.എം. കെയ്ൻസിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കൃതി എന്ന് പറയുന്നത്. ഇനി വിദേശ നാണയത്തിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയായിരുന്നു ജെ.എം. കെയ്ൻസ്. ഇപ്പോൾ വിദേശ നാണയത്തിൻ്റെ മൂല്യം, അതിലുണ്ടാകുന്ന മാറ്റം, അതിൽ എപ്പോഴൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണുന്നതിൽ പ്രത്യേക പ്രാഗൽഭ്യം തെളിയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജെ.എം. കെയ്ൻസ്. ജെ.എം. കെയ്ൻസ് ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തോടു കൂടിയാണ് മാക്രോ എക്കണോമിക്സ് ഒരു പ്രത്യേക സാമ്പത്തിക ശാസ്ത്ര ശാഖയായി മാറിയത്. ഈ സാമ്പത്തിക ശാസ്ത്ര ശാഖയുടെ പിതാവ് അല്ലെങ്കിൽ മാക്രോ എക്കണോമിക്സിൻ്റെ പിതാവ് എന്ന് ജെ.എം. കെയ്ൻസ് അറിയപ്പെടുന്നു. അതുപോലെ യുദ്ധാനന്തര സമാധാന ഉടമ്പടിയുടെ പരാജയം പ്രവചിച്ചിരുന്ന ജെ.എം. കെയ്ൻസിൻ്റെ പുസ്തകമാണ് ദ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് ദി പീസ് എന്ന് പറയുന്നത്. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് 1936 ആണ്. ദ എക്കണോമിക് കോൺസിക്വൻസസ് ഓഫ് ദി പീസ് പ്രസിദ്ധീകരിച്ചത് 1919 ആണ്. ഇനി വിദേശ നാണയത്തിൻ്റെ മൂല്യം മുൻകൂട്ടി കണക്കാക്കുന്നതിൽ, അതിൽ വരുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണക്കാക്കുന്നതിൽ ഒരു പ്രത്യേക പ്രാഗൽഭ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജെ.എം. കെയ്ൻസ്. അടുത്തത് കാറൽ മാർക്സിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ജർമ്മനിയിലെ ഒരു തത്വചിന്തകൻ ആയിരുന്നു കാറൽ മാർക്സ്. അതുപോലെ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് അദ്ദേഹമായിരുന്നു. ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത് കാറൽ മാർക്സ് ആയിരുന്നു. ഇനി ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയിരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു കാറൽ മാർക്സ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ
പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രകാരനായിരുന്നു കാറൽ മാർക്സ്. അതുപോലെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം തൻ്റെ പ്രചരണം നടത്തിയിരുന്നത് ദാസ് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്ന തൻ്റെ പുസ്തകത്തിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. മൂലധനം എന്ന പുസ്തകത്തിലൂടെ. ഈ പുസ്തകത്തിൻ്റെ 3 വാള്യങ്ങളാണ് ഇറങ്ങിയിരുന്നത്. ഇതിൻ്റെ മൂലധനത്തിൻ്റെ 3 വാള്യങ്ങളാണ് ഇറങ്ങിയിരുന്നത്. ഇനി ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ ഒരു ഭാഗം തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുത്തും ബാക്കി സിംഹഭാഗവും മുതലാളിമാർ ലാഭമാക്കി മാറ്റുകയും ചെയ്തിരുന്നതിനെ കാറൽ മാർക്സ് വിളിച്ചതാണ് സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യം എന്ന് പറഞ്ഞിരുന്നത്. കാറൽ മാർക്സിൻ്റെ മറ്റൊരു കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കാറൽ മാർക്സ് എംഗൽസും ചേർന്ന് എഴുതിയതാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. അത് 1848 ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഇത്രയാണ് കാറൽ മാർക്സിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു ജർമ്മൻ തത്വചിന്തകനായിരുന്നു കാറൽ മാർക്സ്. അതുപോലെ തന്നെ ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന ആശയം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയിരുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു കാറൽ മാർക്സ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. ദാസ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്ന തൻ്റെ പുസ്തകത്തിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. പിന്നീട് ദാസ് ക്യാപിറ്റൽ 3 വോള്യമാണ് പ്രസിദ്ധീകരിച്ചത്. അതിലെ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ ഒരു ഭാഗം തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുത്തും ബാക്കിയുള്ള സിംഹഭാഗവും മുതലാളിമാർ ലാഭമാക്കി മാറ്റുകയും ചെയ്തതിനെ സർപ്ലസ് വാല്യൂ അല്ലെങ്കിൽ മിച്ചമൂല്യം എന്നാണ് കാറൽ മാർക്സ് വിശേഷിപ്പിച്ചത്. കാറൽ മാർക്സും എംഗൽസും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. 1848 ഫെബ്രുവരി 21 അത് പ്രസിദ്ധീകരിച്ചത്. ഇത്രയാണ് കാറൽ മാർക്സിനെ കുറിച്ച് പറയുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.